മെസ്സിയുടെ പേരിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയ GST തട്ടിപ്പിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട സംസ്ഥാന GST വകുപ്പ്. ഫെമ ചട്ടലംഘനം, അന്യായമായി പണം സമാഹരിക്കൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് വിടാനുള്ള നീക്കം. സാമ്പത്തിക തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ED അന്വേഷണം തന്നെ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, മറ്റൊരു തട്ടിപ്പാണ് കേരളത്തെ അങ്ങ് വടക്ക് തൊട്ടു ഇങ്ങ് തെക്ക് വരെയുള്ള എല്ലാ മലയാളികളെയും ഒരുപക്ഷെ പറ്റിച്ചൊരു സംഭവമാണ്. ഇപ്പോൾ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഈ GST തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ കേന്ദ്ര ഏജൻസി എത്തുകയാണെങ്കിൽ ED തന്നെ ആയിരിക്കും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റു വിശദാംശങ്ങൾ. പ്രജിത്ത്, ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നാണ് GST കമ്മീഷന്റെ വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു. മാത്രമല്ല, ഫെമ പ്രാഥമികമായ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫെമ ചട്ടലംഘനം തന്നെ ഉണ്ടായിരിക്കുന്നു, അന്യായമായ രീതിയിൽ പണം സമ്പാദിക്കുന്നു, ഇതിന് രേഖകൾ ഉണ്ടായില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്, അതായത് ഈ GST കമ്മീഷൻ ലഭിച്ചിരുന്നു. അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിവരങ്ങൾ ലഭിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിൽ കൃത്യമായ രീതിയിലൊരു അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ കേന്ദ്ര ഏജൻസി ED തന്നെ വരണമെന്നൊരു വിവരം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഇപ്പോൾ ഈ GST കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് ഇതിൽ സംസ്ഥാനത്ത് ഒരു ഏജൻസി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൃത്യമായ രീതിയിൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ പേരിലേക്കൊക്കെ ഒന്നും എത്താൻ സാധിക്കില്ല എന്നാണ് ഈ കമ്മീഷന്റെ വിലയിരുത്തൽ. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ എത്തണം, കേന്ദ്ര ഏജൻസി എത്തിക്കൊണ്ട് ഇതിലൊരു അന്വേഷണത്തിലേക്ക് കടക്കണമെന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് ഇതിൽ മെസ്സിയെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്പോൺസറായി നിന്നത്. ആ സ്പോൺസറായി നിന്നുകൊണ്ട് കോടികൾ സമാഹരിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സംസ്ഥാനത്തെ രണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾ, ആ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും 206 കോടി രൂപയാണ് ഈ സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് വീണത്. എന്നാൽ ഈ 206 കോടി രൂപ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടല്ല, അക്കൗണ്ടിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളില്ല. വായ്പ ഇനത്തിലാണോ ധനകാര്യ സ്ഥാപനങ്ങൾ ഇത് കൊടുത്തത്, അതോ മറ്റെന്തെങ്കിലും രീതിയിലാണോ, അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും ഈ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ കേസിൻ്റെ അല്ലെങ്കിൽ ഈ ക്രമക്കേടിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്, കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇനി ഇത്തരം അന്വേഷണവുമായി മുന്നോട്ട് പോകണമെങ്കിൽ അത് കേന്ദ്ര ഏജൻസി തന്നെ വരണം എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ എന്നൊരു ആവശ്യം ഇപ്പോൾ GST കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ GST തട്ടിപ്പ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിരുന്നു. 23 കോടി രൂപയുടെ GST തട്ടിപ്പ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ കോടികൾ ഈ മെസ്സിയെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമാഹരിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നത്. അതായത് നേരത്തെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെട്ടിരുന്നത് ഇത് തങ്ങളുടെ പൈസ മാത്രമാണ്, തങ്ങൾ മറ്റൊരു രീതിയിലൊന്നുമല്ല മെസ്സിയെ എത്തിക്കുന്നത്, തങ്ങളുടെ സ്വന്തം പൈസ കൊണ്ടാണ് കേരളത്തിലേക്ക് എത്തിക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് ലഭിച്ച രേഖകൾ. ഇത് രണ്ട് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായി 106 കോടി രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും ആ അക്കൗണ്ടിൽ വന്ന ഉടനെ തന്നെ അത് മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇതിലെ വ്യക്തമായ തെളിവുകൾ കൂടി GST കമ്മീഷൻ ലഭിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നൊരു നിലപാടിലേക്ക് അവസാനം എത്തുന്നത്. എന്തായാലും കേന്ദ്ര ഏജൻസി വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ സാമ്പത്തിക ക്രമക്കേടിന്റെ ആഴവും പരപ്പവും അത്രത്തോളം വ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസി വരണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അന്നത്തെ സംസ്ഥാന സർക്കാരും ഇതിന്റെ ഭാഗമായിട്ട് നിന്നതാണ്. സ്പോർട്സ് മന്ത്രി അടക്കമുള്ളവർ മാധ്യമങ്ങളിലൂടെ. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ഇപ്പോൾ തലസ്ഥാനത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.